ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SD വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊജക്റ്റിന് പകരമായിട്ട് ഈ റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ബദലായിട്ട് വന്നിട്ടുള്ളൊരു സബ്ജക്റ്റാണ് റിസർച്ച് മെത്തഡോളജി. 60 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം ഷോർട്ട് ആൻസർ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ ടേംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ പഠിക്കാൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പല വർഷങ്ങളിലായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സബ്ജക്റ്റ് എന്നുള്ളത് പുതുതായിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഈ ഒരു സ്കീം ഇതിപ്പോൾ ഈ വർഷമാണ് നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 5th സെമസ്റ്ററിൽ റിസർച്ച് മെത്തഡോളജി ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്നും എന്ത് ചെയ്താൽ മതി, റീകോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ്, എന്താണ് റിസർച്ച്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിസർച്ച്? ദെൻ വാട്ട് ഈസ് റിസർച്ച് മെത്തഡോളജി? ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് പോർഷൻസ് ഈ ഒരു സബ്ജക്റ്റിലുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കും, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിൽ ഓരോ ടൈപ്സ് റിസർച്ചും എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വാട്ട് ഈസ് അപ്ലൈഡ് റിസർച്ച്, നെക്സ്റ്റ് വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ എന്താണ്, വാട്ട് ഈസ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്, പിന്നെ വാട്ട് ഈസ് വേരിയബിൾ പഠിക്കുമ്പോൾ അവിടെ 2 വേരിയബിൾ ഉണ്ട്. ഏതൊക്കെ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. അപ്പോൾ അത് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, വാട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അത് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പഠിക്കുക. പിന്നെ ഈ എക്സ്ട്രോണിയസ് വേരിയബിൾ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എക്സ്ട്രോണിയസ് വേരിയബിൾ എന്താണെന്നുള്ളത്. ദെൻ വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ഓക്കെ, വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ്? ഓക്കെ, ഹൈപ്പോത്തിസിസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. പലവട്ടം നിങ്ങൾ 5th സെമസ്റ്ററിൻ്റെ റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാക്ടോറിയൽ ഡിസൈന്? ദെൻ വാട്ട് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈന്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഉണ്ട്. അതിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്താണ്? ദെൻ വാട്ട് ഈസ് ഡാറ്റ എന്താണ്? പിന്നെ വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ? ഇപ്പോൾ പ്രൈമറി ഡാറ്റ പഠിക്കുമ്പോൾ എന്തുകൂടി പഠിക്കുക, അതിൻ്റെ കൂടെ സെക്കൻഡറി ഡാറ്റ കൂടി പഠിക്കാം. ഓക്കെ, സെക്കൻഡറി ഡാറ്റ എന്താണ്? ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്കെയിൽസ്? നോമിനൽ സ്കെയിൽ ഉണ്ട്, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇതെന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് റിലയബിലിറ്റി? ആ റിലയബിലിറ്റി വാലിഡിറ്റി എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ റിലയബിലിറ്റി എന്താണ്, അതിൻ്റെ കൂടെ എന്തും പഠിക്കുക, വാലിഡിറ്റി എന്താണെന്ന് നോക്കാം. ദെൻ വാട്ട് ഈസ് ഒബ്സർവേഷൻ മെത്തേഡ്? നമ്മൾ ഈ സെക്കൻഡറി ഡാറ്റ അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന കുറച്ച് മെത്തേഡ് ഉണ്ട്. അതിൽ ഒബ്സർവേഷൻ മെത്തേഡ്, വാട്ട് ഈസ് ഇൻ്റർവ്യൂ, ഓക്കെ, വാട്ട് ഈസ് ക്വസ്റ്റ്യനെയർ, ഇതൊക്കെ എന്താ ചെയ്യാം, എക്സാമിൽ ചോദിക്കും. ഇതൊക്കെ സംഭവം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്താൽ മതി. ദെൻ വാട്ട് ഈസ് ഷെഡ്യൂൾ എന്താണ്? പിന്നെ അതേപോലെ വാട്ട് ഈസ് ലിക്കേർഡ് സ്കെയിൽ അല്ലേ, ലിക്കേർഡ് സ്കെയിൽ 5 സ്കെയിൽ ഉണ്ട്, 3 സ്കെയിൽ ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റാങ്കിങ് സ്കെയിൽ? ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്കെയിൽ നമ്മൾ നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, അത് വേറെ ഒരു ടൈപ്പാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ പഠിക്കാം. പിന്നെ വാട്ട് ഈസ് ഫോക്കസ് ഗ്രൂപ്പ്? എന്താണ് ഫോക്കസ് ഗ്രൂപ്പ്? ബിഹേവിയറൽ മാപ്പിംഗ് എന്താണ്? ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ബിഹേവിയറൽ മാപ്പിംഗ്. ദെൻ വാട്ട് ഈസ് ഡെൽഫി ടെക്നിക്ക് എന്താണ്? പിന്നെ വാട്ട് ഈസ് ക്രോസ് സെക്ഷണൽ സർവേ? പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവേ, ലോങ്ങിറ്റ്യൂഡിനൽ സർവേ, ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞിട്ടുള്ള സർവേ ഉണ്ട്, അത് നോക്കാം. ക്രോസ് സെക്ഷണൽ സർവേ എന്താണെന്ന് നോക്കാം. ദെൻ വാട്ട് ഈസ് പൈലറ്റ് സ്റ്റഡി അല്ലേ, പൈലറ്റ് സ്റ്റഡി എന്താണ് എന്നുള്ളത്, നമ്മളൊരു സ്റ്റഡി റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ നടത്തുന്ന സ്റ്റഡിയാണ് പൈലറ്റ് സ്റ്റഡി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസറിൽ തന്നെ വരുന്നതിനാണ്, വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, സാമ്പിൾ ഉണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് സാമ്പിൾ സ്പേസ്? എന്താണ് സാമ്പിൾ സ്പേസ്? ദെൻ വാട്ട് ഈസ് സാമ്പിൾ ഫ്രെയിം?
ദെൻ വാട്ട് ഈസ് സാമ്പിളിംഗ് എറർ. സോ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സാമ്പിൾ സ്പേസ്, സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് എറർ, എന്താണ് സാമ്പിളിങ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് നോൺ സാമ്പിളിംഗ് എറർ. പിന്നെ വാട്ട് ഈസ് സെൻസസ് അല്ലേ. സെൻസസ് ആകുമ്പോൾ എല്ലാവരിൽ നിന്ന് എന്ത് ഉണ്ടാവും, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവും. സാമ്പിളിംഗ് ആകുമ്പോൾ അങ്ങനെയല്ല. സാമ്പിളിംഗ് ആകുമ്പോൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാരെ ചൂസ് ചെയ്യുന്നതാണ്. അതാണ് ആ ചൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുക, സാമ്പിളിംഗ് എന്ന് പറയാം, സാമ്പിൾ എന്ന് പറയാം, സാമ്പിൾ സൈസ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ക്ലസ്റ്റർ സാമ്പിളിങ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ്. വാട്ട് ഈസ് സാമ്പിളിംഗ് യൂണിറ്റ് എന്താണ്. ഓക്കെ. വാട്ട് ഈസ് കോട്ട സാമ്പിളിങ്, പ്രോബബിലിറ്റി സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ് ഉണ്ട്. ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്. ഓക്കെ. അപ്പോൾ നമ്മൾ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സാമ്പിളിംഗ് യൂണിറ്റ്, കോട്ട സാമ്പിളിങ്, പ്രോബബിലിറ്റി സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ് തുടങ്ങിയത് എന്ത് ചെയ്യുക, പഠിക്കാം. ദെൻ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പറയുന്നുണ്ട്. വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്. സാമ്പിളിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. സാമ്പിളിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്. എന്താണ് റിസർച്ച് റിപ്പോർട്ട്. ലാസ്റ്റ് മൊഡ്യൂളാണ്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ് റിസർച്ച് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ വാട്ട് ഈസ് APA സ്റ്റൈൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിൻ്റെ സ്റ്റൈൽ ഉണ്ട്. APA സ്റ്റൈൽ. വാട്ട് ഈസ് റഫറൻസിങ്. റഫറൻസിങ് എന്താണ്. പിന്നെ വാട്ട് ഈസ് MLA. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഡോക്യുമെൻറ്റേഷൻ. എന്താണ് ഡോക്യുമെൻറ്റേഷന്. വാട്ട് ഈസ് ഫുട് നോട്ട്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബിബ്ലിയോഗ്രഫി. എന്താണ് ബിബ്ലിയോഗ്രഫി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോർട്ട് എസ്സേ 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ റിസർച്ചുമായി ബന്ധപ്പെട്ട് എന്താണ് റിസർച്ച്, റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഫൈൻഡിങ് ന്യൂ ഇൻഫർമേഷൻ ആണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിൻ്റെ കൂടെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, നോക്കുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. ദെൻ ഡിസ്കസ് ദ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്. അപ്പോൾ റിസർച്ച് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെ ഏകദേശം ഒരു സിമിലർ ടൈപ്പ് ഓഫ് ആൻസറിനാകും, പോയിൻ്റ് ആവും ഇതിനുണ്ടാവുക. വാട്ട് ആർ ദ ക്വാളിറ്റി ഓഫ് എ ഗുഡ് റിസർച്ച്. ഒരു ഗുഡ് റിസർച്ചിൻ്റെ ക്വാളിറ്റി എന്താണ്. ആ പോയിൻ്റ് മാത്രം പഠിച്ചാൽ മതി, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂ ഇൻഫോർമേഷൻ. ഒരു വാല്യൂ ഓഫ് ഇൻഫോർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ഇൻ റിസർച്ച്. റിസർച്ചിൽ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് ഏതാണ് അല്ലേ. 4 ഇത് പറഞ്ഞു, സ്കെയിൽ പറഞ്ഞു. അത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്കെയിലിംഗ് ടെക്നിക്സ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്കെയിലിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ്. ദെൻ റൈറ്റ് നോട്ട് ഓൺ ഡിസൈൻ ആൻഡ് കോമ്പണൻറ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഈ ക്വസ്റ്റ്യനെയറുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഡിസൈന്, കോമ്പണൻറ്റ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കുക. എക്സ്പ്ലെയിൻ റീസൺ ഫോർ കണ്ടക്ടിങ് എ പൈലറ്റ് സ്റ്റഡി. എന്തുകൊണ്ടാണ് ഇപ്പോൾ പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് അത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പൈലറ്റ് സ്റ്റഡി ഇൻ ദ സോഷ്യൽ റിസർച്ച്. ഈ സോഷ്യൽ റിസർച്ചിൽ ഈ പൈലറ്റ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷന്. അത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ സെലക്ടിങ് എ സാമ്പിൾ. എങ്ങനെയാണ് ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. സാമ്പിളിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷന്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്വിഷ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ. പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓക്കെ. പിന്നെ സാമ്പിളിങ്ങും സെൻസസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, പോപ്പുലേഷൻ. പോപ്പുലേഷൻ മൊത്തം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യില്ല, അതിന് കുറച്ചാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. കുറച്ച് ആൾക്കാരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതാണ് എടുക്കുന്ന അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന അതിനെ പറഞ്ഞ പേരാണ് എന്ത്, സാമ്പിൾ എന്നുള്ളത്. പിന്നെ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും എടുക്കുന്നില്ല, ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡാറ്റ എടുക്കുന്നു. പക്ഷേ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, സെൻസസ് എല്ലാവരിൽ നിന്നും ഡാറ്റ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഡിഫറൻസ് നോക്കുക. എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സാമ്പിൾ ഡിസൈൻ. എന്തൊക്കെയാണ് ഒരു ഗുഡ് സാമ്പിൾ ഡിസൈനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ എക്സ്പ്ലെയിൻ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സാമ്പിളിങ്.
സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ദെൻ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്. എക്സ്പ്ലെയിൻ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഫറൻസ് സ്റ്റൈലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് അത് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. റെഫറൻസ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ റിസർച്ച് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് നോട്ട് ഇൻ റിസർച്ചിൽ എത്ര തരം ഫുഡ് നോട്ട്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട്, എങ്ങനെയാണ് ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഗൈഡ് ലൈൻസ് അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ഞാൻ ഇത്ര അധികം ചേർക്കാൻ കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, യു ജസ്റ്റ് റീകോൾ ദാറ്റ് വാട്ട് യു ലേൺഡ് ഇൻ 5th സെമസ്റ്റർ. ഓക്കെ, അപ്പോൾ അതൊന്ന് റീകോൾ ചെയ്താൽ മതി. അപ്പോൾ അധികം സമയമെടുത്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ 5th സെമസ്റ്ററിൽ റിസർച്ച് മെത്തഡോളജി പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാവുന്നതാണ്, അതൊന്ന് ഓർത്തെടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എസ്സേ 10 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, സ്റ്റേറ്റ് ദ റോൾ ഓഫ് റിസർച്ച് ഇൻ ബിസിനസ്സിൽ റിസർച്ചിൻ്റെ റോൾ എന്താണ്. ദെൻ എക്സ്പ്ലെയിൻ ദ റിസർച്ച് പ്രോസസ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റിസർച്ച് പ്രോസസ്സിൻ്റെ റിസർച്ചിൻ്റെ പ്രോസസ്സ് എന്താണ്. ഓക്കെ, അപ്പോൾ അത് ഒരു 7-8 സ്റ്റെപ്സ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, അതെന്ത് ചെയ്യുക, എഴുതാം. ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഡാറ്റ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഡാറ്റ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എസ് ആകുമ്പോൾ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ എക്സ്പ്ലെയിൻ ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റൻ്റെയും പ്രൈമറി ഡാറ്റയുടെയും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് എഴുതാനാണ്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, എത്ര തരം ഇൻ്റർവ്യൂ ഉണ്ട്, പലതരം ഇൻ്റർവ്യൂ ഉണ്ട്, ടെലിഫോണിക് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് അതൊന്ന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഡിഫൈൻ സാമ്പിളിംഗ് ഡിസൈൻ, എന്താണ് സാമ്പിളിംഗ് ഡിസൈന്, ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റേജ് ഓർ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എക്സ്പ്ലെയിൻ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ്, റിസർച്ച് റിപ്പോർട്ടിൻ്റെ എങ്ങനെയാണ് ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതേണ്ടത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്സേ ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3ഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഇത്രയും ഉൾപ്പെടുത്താൻ കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റാണ്. അത് ഞാൻ വീണ്ടും പറയുകയാണ്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീകോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അറിയുന്നതാണെങ്കിൽ അതിന് റീപ്ലൈ തരും. ഓക്കെ, ഈ വീഡിയോ, ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, thank you for watching. We'll see next class.